ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ബിസിനസ് ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതുമല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നോർത്ത് വിഷമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഇതൊരു സാധാരണ പ്രശ്നമാണ്. പല ബിസിനസ് ഉടമകൾക്കും തങ്ങൾ ചെയ്യുന്ന ബിസിനസ്, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നറിയാതെ ആശങ്കയിലാകുന്നത് ഒരു സാധാരണമായ കാര്യമാണ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ ബിസിനസ് ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് അറിയാനുള്ള 5 വഴികളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വെറുതെ കുറെ കാര്യങ്ങളല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മാർക്കറ്റിംഗിലെ വളരെ പ്രശസ്തമായ 5 P's അടിസ്ഥാനമാക്കിയാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പീപ്പിൾ. ഇതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ് വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. വരൂ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് യുവർ പ്രോഡക്റ്റ് ഈസ് ഇൻ ഡിമാൻഡ് ആൻഡ് റീറ്റെയിൻ കസ്റ്റമേഴ്സ്. മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്. എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ നമ്മുടെ ആ ഒരു കടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബിസിനസ്സിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കേണ്ടത്? ഞാൻ കഴിഞ്ഞ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് ആരംഭിക്കേണ്ടത്, എവിടെയാണ് ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഒരു ബിസിനസ് ഏരിയ ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് ആവശ്യമായ പ്രോഡക്റ്റ്. അതായത് ഒരാൾക്ക് ആവശ്യമായ ഒരു വസ്തു നമ്മൾ വിറ്റാൽ മാത്രമേ അവർ നമ്മളുടെ കടയിൽ വന്ന് ആ ഒരു സാധനം വാങ്ങുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള, കസ്റ്റമേഴ്സിന് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കടയിലേക്ക് കസ്റ്റമർ വരുമോ എന്ന് ഉറപ്പുവരുത്തുക. അതുമാത്രമല്ല, ആ ഒരു കസ്റ്റമർ വന്നതിന് ശേഷം അവർ മറ്റുള്ളവർക്ക് ഈ ഒരു കട റെക്കമെൻഡ് ചെയ്യുമോ? അതായത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് കൂടുതൽ ആളുകൾ നിങ്ങളുടെ കടയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? അതുമാത്രമല്ല, വലിയ പ്രൊമോഷൻ ഒന്നും നൽകാതെ തന്നെ നിങ്ങളുടെ കടയിൽ സ്ഥിരമായി നിങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ ലഭിക്കുമോ എന്ന് ഉറപ്പുവരുത്തുക. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആരംഭിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ആ കടയിലേക്ക് ഒരാൾ വരുന്നു, ഒരു കസ്റ്റമർ വരുന്നു, എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. ആ ആൾ പിന്നെയും നിങ്ങളുടെ കടയിലേക്ക് തിരിച്ചു വരുമോ? ആൾ മാത്രമല്ല, ആ ഒരു വ്യക്തി അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയും കൊണ്ട് വീണ്ടും നിങ്ങളുടെ കടയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. ഒരു കസ്റ്റമർ നിങ്ങളുടെ കടയിൽ വരികയും പിന്നെ ആ കസ്റ്റമർ നിങ്ങളുടെ കടയിലേക്ക് ഒരിക്കലും വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ബിസിനസിന്റെ പരാജയം ആരംഭിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ഒരു ലോണ്ടറി ബിസിനസ് ആരംഭിക്കുകയാണെന്ന് കരുതുക. ഒരു കസ്റ്റമർ കുറച്ച് തുണികൾ വാഷ് ചെയ്യാൻ നിങ്ങളുടെ ആ ഒരു ലോണ്ടറി ഷോപ്പിലേക്ക് വരുന്നു. നിങ്ങൾ വളരെ കൃത്യമായി അവർ ആവശ്യപ്പെട്ട സമയത്ത് തന്നെ തിരിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്ത്, അയൺ ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമേഴ്സ് എല്ലാ ആഴ്ചയും നിങ്ങളുടെ കടയിലേക്ക് വരുന്നു. ഒരുപക്ഷെ നിങ്ങൾ വളരെ മോശം സർവീസ് ആണ് ഫസ്റ്റ് തന്നെ ആ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ആ ഒരു വ്യക്തി നിങ്ങളുടെ കടയിലേക്ക് തിരിച്ചു വരില്ല. അവിടെ നിങ്ങളുടെ ബിസിനസ് തകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്തേണ്ടത്, വീണ്ടും വീണ്ടും അവർ നിങ്ങളുടെ കടയിലേക്ക് തിരികെ വരേണ്ടത്, അവർ അവരുടെ കുടുംബത്തോടൊപ്പം തിരികെ നിങ്ങളുടെ കടയിലേക്ക് വരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അവർ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെഗുലറായ ഒരു കസ്റ്റമേഴ്സിനെ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് വേയിലൂടെയാണ് ഇപ്പോൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അവർ തിരിച്ചു വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യുവർ പ്രോഡക്റ്റ് ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ആരംഭിച്ചത് ശരിയായ സ്ഥലത്താണോ എന്നത് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഈ ഒരു ഐഡിയ നിങ്ങൾ പ്രയോഗിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു ശരിയായ ഉൽപ്പന്നം തിരഞ്ഞെടുക്കുകയും അത് ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അത് ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു ബിസിനസ് നിങ്ങൾ ഒരു കറക്റ്റ് സ്ഥലത്തല്ല ചെയ്തതെങ്കിൽ ആ ഒരു ബിസിനസ് പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു നോൺ വെജിറ്റേറിയൻ, ഒരു വലിയ രീതിയിലുള്ള ഒരു നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആരംഭിച്ചു. അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷ് മട്ടൻ ബിരിയാണിയാണെന്ന് കരുതുക. വളരെ നിങ്ങളുടെ ഫുൾ എഫേർട്ട്, നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളെല്ലാം നൽകി നിങ്ങൾ ഒരു നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആരംഭിച്ചത് വെജിറ്റേറിയൻ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവിടെ ആ ഒരു റെസ്റ്റോറന്റ് ഇട്ടിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ആരെങ്കിലും നിങ്ങളുടെ കടയിൽ വന്ന് ഭക്ഷണം കഴിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് ബിസിനസ് തന്നെ ചെയ്തുകൊള്ളൂ, പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അവിടുത്തെ ആളുകൾക്ക് നിങ്ങളുടെ ഈ ഒരു ബിസിനസ്, നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്ന് മനസ്സിലാക്കുക. റൈറ്റ് പ്രോഡക്റ്റ് പ്ലസ് റൈറ്റ് പ്ലേസ് ഈസ് ഈക്വൽ ടു സക്സസ്. അതായത് നല്ലൊരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുകയും നല്ലൊരു സ്ഥലത്ത് ആ ഒരു പ്രോഡക്റ്റ് വിൽപ്പന ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായി നേടാൻ സാധിക്കും. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് കസ്റ്റമേഴ്സ് അക്സെപ്റ്റിംഗ് യുവർ പ്രൈസിംഗ്. ശരിയായ വില നിശ്ചയിക്കാത്തത് കൊണ്ട് പല ബിസിനസ്സുകളും തകർന്നു പോകാറുണ്ട്. നിങ്ങൾ നൽകുന്നത് നല്ല ഉൽപ്പന്നമാണെങ്കിലും പക്ഷേ ആ ഒരു ഉൽപ്പന്നത്തിന് ആപ്റ്റായ വില നൽകിയില്ലെങ്കിൽ ആ ബിസിനസ് തകർന്നു പോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റിയുള്ള ഒരു ബ്യൂട്ടി സലൂൺ ആരംഭിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആരംഭിച്ചത് ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണ്.
അവിടെ നിങ്ങൾ വലിയ പ്രീമിയം രീതിയിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനായി നിങ്ങൾ വലിയ രീതിയിലുള്ള എമൗണ്ട്, പ്രീമിയം സർവീസിന് അത്രയും എമൗണ്ട് ആവശ്യപ്പെടുന്നത് ശരിയായ കാര്യമാണ്. പക്ഷേ അത് അഫോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സർവീസ് എടുക്കാനുള്ള ആപ്റ്റായ ആളുകളല്ല നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്നത്. അവർക്ക് സെയിം സർവീസ്, അതായത് മറ്റൊരു സലൂണിലൂടെ അവർക്ക് കുറഞ്ഞ പൈസയ്ക്ക് അല്ലെങ്കിൽ പ്രീമിയം അല്ലാത്ത ആ ഒരു സർവീസ് കുറഞ്ഞ രീതിയിൽ ആ ആളുകൾക്ക് നൽകുകയാണെങ്കിൽ ഉറപ്പായും ആ ആളുകൾ പോകുന്നത് ആ ബ്യൂട്ടി പാർലറിലായിരിക്കും. അതായത് നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ. അവർക്ക് വന്ന് നിങ്ങളുടെ കടയിൽ വന്ന് ഈ ഒരു സർവീസ് എടുക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ നിങ്ങൾ വലിയ രീതിയിൽ, അതായത് റിച്ച് ആളുകൾ താമസിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ബ്യൂട്ടി സലൂൺ ആരംഭിക്കുന്നതെങ്കിൽ അവർക്ക് ആ ഒരു പ്രീമിയം സർവീസ് എടുക്കാനുള്ള തുക അവരുടെ കയ്യിൽ ഉണ്ടാകും. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ലഭിക്കുകയും നിങ്ങളുടെ ബ്യൂട്ടി സലൂൺ വളരെ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. സാധാരണ ആളുകൾ, മിഡിൽ ക്ലാസ് ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഇത്തരത്തിലൊരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഒരു സലൂൺ ആരംഭിക്കുകയാണെങ്കിൽ ആരും നിങ്ങളുടെ സലൂണിൽ വരികയില്ല. നിങ്ങളുടെ സലൂൺ പൂട്ടി പോകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക. നിങ്ങളുടെ ഏരിയയിൽ തന്നെ മറ്റൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ വിലയുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കുറഞ്ഞ പ്രൈസിൽ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നൽകുകയും നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുകയും ചെയ്താൽ ആരും നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ വരില്ല. ആളുകളെല്ലാം കുറഞ്ഞ പൈസയ്ക്ക് ലഭിക്കുന്ന മറ്റൊരു സൂപ്പർ മാർക്കറ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആ കടയിൽ നൽകുന്ന പ്രൈസും നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഡിസ്കൗണ്ടും കൂടി നൽകുകയാണെങ്കിൽ നിങ്ങളുടെ കടയിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരികയും നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആയി റൺ ചെയ്യുകയും ചെയ്യും. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യുവർ പ്രൊമോഷൻ ഈസ് വർക്കിംഗ്. നിങ്ങളുടെ പ്രൊമോഷൻ വർക്കാകുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായി ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും എൻ്റെ ബിസിനസ് ശരിയായി അല്ലെങ്കിൽ എനിക്ക് നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ചിലർക്കെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകും. നല്ല സ്ഥലത്ത് ആ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആണ് നൽകുന്നത്, പ്രൈസും കുറച്ചാണ് നൽകുന്നത്, പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴും എൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആകുന്നില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. അവർക്ക് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ആണ് നിങ്ങളുടെ പ്രൊമോഷൻ കറക്റ്റായ രീതിയിലല്ല നടക്കുന്നത്. നിങ്ങൾ പ്രൊമോഷന് വേണ്ടി പണം ചിലവഴിക്കുന്നുണ്ട്, പക്ഷേ അത് പ്രോപ്പർ രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് ഇത്തരത്തിൽ സ്ലോ ആകുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു റെസ്റ്റോറന്റ് ആരംഭിക്കുകയാണ്. നിങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത നൽകി, പക്ഷെ എന്നിട്ടും നിങ്ങളുടെ കടയിൽ ഒരു മാറ്റവും ഉണ്ടായില്ല, കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടിയിട്ടില്ല. അതിനർത്ഥം നിങ്ങളുടെ ആ ഒരു പരസ്യം ആരും കണ്ടിട്ടില്ല എന്നാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ പ്രൊമോഷൻ നൽകുകയാണെങ്കിൽ ഉടനടി തന്നെ നിങ്ങളുടെ കടയിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരും. അത് അറിഞ്ഞ് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുകയും നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പ്രൊമോഷൻസ് കറക്റ്റായി വർക്ക് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയേണ്ട കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് യുവർ പീപ്പിൾ മേക്ക് കസ്റ്റമേഴ്സ് ഹാപ്പി. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ മുകളിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, നിങ്ങൾ ഒരുപക്ഷെ നല്ലൊരു സ്ഥലത്തായിരിക്കും നിങ്ങളുടെ ബിസിനസ് ആരംഭിച്ചത്, അതും മാത്രമല്ല നിങ്ങൾ കറക്റ്റായ വിലയിലാണ്, അതായത് കറക്റ്റ് പ്രൈസിംഗ് ആണ് നൽകുന്നത്, നിങ്ങളുടെ പ്രൊമോഷനും കറക്റ്റായി വർക്ക് ആകുന്നുണ്ട്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തിരഞ്ഞെടുത്തത്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റായി ചെയ്തിട്ടും നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആകുന്നില്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ സ്റ്റാഫ് അതല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയീസ് അവരെ ഹാപ്പിയായി വയ്ക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഹാപ്പിയെങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ്, അതായത് ഒരു ബിസിനസ് ഒരാൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, ഒരു ടീം വർക്കാണ്. ടീമിലെ എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടീമിലെ നമ്മുടെ എംപ്ലോയീസിനെ ഹാപ്പിയായി വയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകുക, അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കുക, കൂടെ നിർത്തുക, ഒരു ടീമാണെന്നുള്ള ബോധ്യം അവർക്കും ഉണ്ടാക്കി നൽകുക. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയി ചെയ്ത് ഒരു കസ്റ്റമർ നിങ്ങളുടെ കടയിൽ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു എംപ്ലോയി ആ ഒരു കസ്റ്റമറിനോട് മോശമായി പെരുമാറുകയാണെങ്കിൽ ആ ഒരു കസ്റ്റമർ തിരിച്ചൊരിക്കലും നിങ്ങളുടെ കടയിൽ വരില്ല. അവിടെ ചെയ്യേണ്ടത് ആ ഒരു കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു എംപ്ലോയി ആണ്. അപ്പോൾ ആ ഒരു എംപ്ലോയിനെയും ഹാപ്പിയായി വെക്കേണ്ടത് ഒരു ബിസിനസ് ഓണറിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെയാണ് ആരംഭിക്കേണ്ടത്, എപ്പോഴാണ് ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ് വില നിർണ്ണയിക്കേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ബിസിനസ് ആരംഭിക്കേണ്ടത്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഉറപ്പായും സക്സസ്ഫുൾ ആയി നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ബിസിനസ്സിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് വളരെ സക്സസ്ഫുൾ ബിസിനസ് ആരംഭിക്കാനും ഇപ്പോൾ പരാജയമായി പോകുന്ന ആ ഒരു ബിസിനസിനെ വിജയമാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു 5 പീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 5 Pയും എന്താണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആദ്യം പറഞ്ഞ കാര്യമാണ് പ്രോഡക്റ്റ്. അതായത് നമ്മളുടെ ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് നമ്മളുടെ കടയിൽ വരുമ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങുന്നതിനായി ആ ഒരു കസ്റ്റമർ തിരിച്ച് നമ്മളുടെ കടയിലേക്ക് വരണം. അവിടെയാണ് പ്രോഡക്റ്റിന്റെ വിജയം. രണ്ടാമത്തേത് പ്ലേസ്. അതായത് നമ്മൾ കറക്റ്റായ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് ഉറപ്പായി വരും. അതായത് ആ ഒരു പ്ലേസ്, ആ നമ്മൾ തിരഞ്ഞെടുത്ത പ്ലേസിലെ ആളുകൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും കസ്റ്റമേഴ്സ് നമ്മളുടെ കടയിൽ വരിക തന്നെ ചെയ്യും. മൂന്നാമത്തേത് പ്രൈസ്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്.
കറക്റ്റ് ആയിട്ടുള്ള വില നിർണ്ണയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത്തേത് പ്രൊമോഷൻ. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ട സമയവും അടുത്തിരിക്കുകയാണ്. അഞ്ചാമത്തേത് പീപ്പിൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സന്തോഷിപ്പിക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ചുറ്റുമുള്ളവരെ മാത്രമല്ല എല്ലാവരും, നിങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഹാപ്പി ആയിരിക്കും. അത് മാത്രമല്ല, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള സംശയമാണ് നിങ്ങൾക്കുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ ഒരു സംശയം ക്ലിയർ ചെയ്യുന്ന വീഡിയോസും ചെയ്യാവുന്നതാണ്. Bosswala. Be the boss.